ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് ഹൈ പേയിങ് സാലറി കിട്ടുന്ന കുറച്ച് ജോബ്സിനെ പറ്റി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ആവറേജ് എംപ്ലോയി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആവാനുള്ള കുറച്ച് പൊടിക്കൈകളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ 4 പോയിന്റ്സാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിൽ നാലാമത്തേതാണ് നെറ്റ്വർക്കിംഗ് ആൻഡ് ടീം വർക്കിംഗ് സ്കിൽ. ഇപ്പോൾ നിങ്ങളൊരു കോളേജിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലായിക്കോട്ടെ നിങ്ങൾക്ക് ഒരു ടീം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പല ആക്ടിവിറ്റീസും ടീം ബേസ്ഡ് ആയിരിക്കും. അതേപോലെ നിങ്ങൾ പല ഈവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ പല ആളുകളെ മീറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങളുടെ ഒരു നെറ്റ്വർക്കിംഗ് സ്കിൽ, ആളുകളോട് കണക്ട് ചെയ്യാനുള്ളൊരു സ്കിൽ, അതേപോലെ ടീം വർക്ക്, നിങ്ങൾ ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം നിങ്ങൾ വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം, അതേപോലെ എത്രത്തോളം നിങ്ങൾ എല്ലാവരോടും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പം ഇത് നിങ്ങളെങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പല ആളുകളോട് കണക്ട് ചെയ്യുമ്പോഴും ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് പല പേഴ്സ്പെക്റ്റീവ്സ് കിട്ടും. നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് പോലെ തന്നെ മറ്റുള്ളവർ അവരുടെ അഭിപ്രായങ്ങളും ഡിസഗ്രിമെൻറ്റും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യും. ഇങ്ങനെയൊക്കെ പല പേഴ്സ്പെക്റ്റീവ്സ് കിട്ടുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് കുറച്ചുകൂടെ വൈഡാവും. അപ്പോൾ അടുത്തൊരു പ്രാവശ്യം വീണ്ടും ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും മറ്റൊരു സിറ്റുവേഷനിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കാൻ കഴിയും. മൂന്നാമത്തേതാണ് നിങ്ങൾക്ക് ചില ടൂളുകളെ പറ്റിയിട്ടൊക്കെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നുള്ള കാര്യം. നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ റെസ്യൂമേ അല്ലെങ്കിൽ കരിക്കുലം വിറ്റ് അടുത്തുള്ള ഒരു കഫേയിൽ കൊണ്ടുപോയിട്ട് ആളുടെ ഹെൽപ്പോട് കൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. സത്യത്തിൽ ഇതൊക്കെ നമുക്ക് നമ്മളുടെ സിസ്റ്റം യൂസ് ചെയ്ത്, അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോണിലൂടെ ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് നമുക്ക് ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സൽ, അതേപോലെ പ്രസൻറ്റേഷൻ ആവശ്യമായിട്ട് വരുമ്പോൾ പവർ പോയിൻറ്റ്, അതേപോലെ നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ വേർഡ്, അതേപോലെ ബേസിക് ഗ്രാഫിക് ഡിസൈനിങ്, അതിപ്പോൾ ഒരു പോസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമേ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ക്യാൻവ, ക്രെല്ലോ അങ്ങനെ തുടങ്ങിയ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ബേസിക് ടൂൾസിനെ പറ്റി കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലാണെങ്കിലും ക്ലാസ് റൂംസിലാണെങ്കിലും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. രണ്ടാമത്തേതാണ് ലീഡർഷിപ്പ് സ്കിൽസ്. ടീം വർക്കിൻ്റെ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് എത്രത്തോളം എടുക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, എപ്പോഴും നമ്മൾ ഹയർ പൊസിഷൻസിലോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളുടെ പവർ കൂടുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം റെസ്പോൺസിബിലിറ്റീസും കൂടുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ മടിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിലോട്ട് പോകാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്കൊരു എബോവ് ആവറേജ് ആവാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പം അത് നിങ്ങൾക്ക് ചെറിയ ഫാമിലിയിലായിരിക്കാം, അല്ലെങ്കിൽ ക്ലാസ് റൂംസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിലായിരിക്കാം, ചെറിയ റെസ്പോൺസിബിലിറ്റീസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പയ്യെ ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കും, നിങ്ങൾ ആളുകളെ കൺവിൻസ് ചെയ്യേണ്ടി വരും, ആളുകളുമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ആ എബിലിറ്റീസ് എല്ലാം പയ്യെ ഇമ്പ്രൂവ് ആവുന്നതാണ്. ആൻഡ് ഒന്നാമത്തേതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നിങ്ങൾ ഏത് മേഖലയിലായിക്കോട്ടെ, നിങ്ങൾ എത്ര എക്സ്പേർട്ട് ആയിക്കോട്ടെ, ആ ഒരു കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 2 എംപ്ലോയീസ് ഉണ്ട്, രണ്ടുപേരും നല്ല ഡെവലപ്പേഴ്സാണ്, രണ്ടുപേരും നല്ല വൃത്തിക്ക് പറഞ്ഞ സമയത്ത് കറക്റ്റായിട്ട് കോഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുന്ന ആളുകളാണെന്നിരിക്കട്ടെ. പക്ഷേങ്കിൽ ഈ രണ്ടുപേരിലും വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരാൾക്ക് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉള്ളത്, ഒരാൾക്ക് ഈ കോഡ് എഴുതുന്നതിന് പുറമേ തന്നെ കുറച്ച് ഗ്രാഫിക് ഡിസൈനിങ് അറിയാം, അതേപോലെ കുറച്ച് ഈ എക്സൽ, പവർ പോയിൻറ്റ്, വേർഡ് അങ്ങനെയുള്ള ടൂൾസൊക്കെ യൂസ് ചെയ്യാൻ അറിയാം. ആൾ കുറച്ചുകൂടെ സോഷ്യലാണ്, ആളുകളോട് സംസാരിക്കാനും അതേപോലെ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്, റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരാളാണ്, ആൻഡ് ആൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. ഹൈലി ഫ്ലുവൻ്റ് അല്ലെങ്കിലും ഒരു ഫോർമൽ മെയിൽ എഴുതാനും അതേപോലെ കോളിൽ കൂടെ സംസാരിക്കാനും ഒക്കെ വില്ലിംഗ്നെസ്സും അതേപോലെ കഴിവുള്ള ഒരാളാണ്. അപ്പം ഈ 2 പേരിൽ ഒരാളെ നിങ്ങൾ ഹയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ആരെ നിങ്ങൾ ഹയർ ചെയ്യുന്നത് നിങ്ങളോട് തന്നെ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്കില്ലൊക്കെ എങ്ങനെയാണ് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ആവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരിക്കലും മാർക്കിൻ്റെ ബേസ് കമ്പയർ ചെയ്യരുത്. കാരണം ഓരോ ആളുകളും പല മേഖലകളിലാണ് അവരുടെ കഴിവുകളുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് മേഖലകളിലായിക്കോട്ടെ, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ജനറലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.